ശ്രീ മേജർ രവി കൂടി ചേരുകയാണ്. ശ്രീ മേജർ രവി, ഇന്ന് അമിത്ഷായുടെ പ്രസംഗത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ടല്ലോ. ചുൻ ചുൻകെ ജവാബ് ദേഗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം വ്യക്തമാണല്ലോ. ഭീകരരെ മാത്രമല്ല, ഈ ആക്രമണം നടത്തിയവരെ മാത്രമല്ല, പിന്നിൽ പ്രവർത്തിച്ചവരെയും പിടികൂടും, അല്ലെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ട് നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതാണല്ലോ അതിനു മുൻപ് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള നീക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഹാഫിസ് സെയ്ദിനെയും മസൂദ് അസറിനെയും ഒക്കെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ മാറ്റിയിരിക്കുന്നത്. ജവാബ് ദേഗ എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, കൃത്യമായിട്ട് ആരാണിത് ചെയ്തത് എന്നുള്ളത് നോക്കിക്കൊണ്ട് നമ്മൾ അടിക്കും, അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കും. രണ്ടുണ്ട്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ആരെയും വെറുതെ വിടില്ല, ഒരെണ്ണത്തിനെ പോലും വിടില്ല എന്നുള്ള രീതിയിൽ. ഇത് ഇപ്പോഴത്തെ ഒരു അനുമാനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മഞ്ജുഷ്, നമുക്കൊന്ന് ഓപ്പൺ ആയിട്ടൊന്ന് ഐഡിയോളജിയിൽ കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇന്നിങ്ങനൊരു യുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വികാരങ്ങളൊക്കെ നമ്മൾ അതുപോലെ റെസ്പെക്ട് കൊടുത്ത് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കാം. എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് ഇതിങ്ങനെ ഡിലേ ആയിട്ട് പോകുന്നുണ്ട്, തിരിച്ചടി എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നെല്ലാം പല ചോദ്യങ്ങളും പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് തിങ്ക് ഇറ്റ് ഓവർ. ഇന്നൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനികൾക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? അവർ ഓൾറെഡി എക്കണോമിക്കലി അത്രയും ഡൗൺ ആണ്. അങ്ങനെ ഇരിക്കുന്നു. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നടന്നു. ഇത് ഞാനൊരു എക്സാജറേഷൻ അല്ല. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നടന്നു വരുന്ന സമയത്ത് ഒരാളെൻ്റെ അടുത്ത്, സർ आप ये बग्गी में बैठ जाओ. അപ്പൊ ഞാൻ പറഞ്ഞ നെയ്. അപ്പത്തേക്ക് എന്തോ വന്ന ബഗ്ഗിങ് പോയി. അത് കഴിഞ്ഞ് വേറൊരുത്തൻ എൻ്റെ അടുത്ത് വഴിയിൽ വന്നിട്ട് ചോദിച്ചു, आप मेजर रवि साहब है ना? ഞാൻ പറഞ്ഞു ഹാ. आपने पिकेट 43 किया ना? ऐसा कि हाँ. അപ്പൊ ഞാൻ പറഞ്ഞു തും कहाँ का, कौन सा स्टेट का है? ഇന്ത്യക്കാരനാണ്. ഇപ്പം പാകിസ്ഥാനിയായിരുന്നു. പാകിസ്ഥാനിയായപ്പോ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്റെ പടമൊക്കെ കണ്ടെല്ലാം ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ നടക്കാൻ പോകുന്ന എന്താണെന്നുള്ളത് ചോദിച്ചപ്പോ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. അവൻ, എന്റെ പൊന്നു സാറ്, ഞാനൊക്കെ ഇവിടെയാണ്, പക്ഷെ എന്റെ ഫാമിലി അവിടെയാണ്. എല്ലാവർക്കും അറിയാം എന്താണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. നിങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട്, പാകിസ്ഥാൻകാരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇരുന്നിട്ട് ഒഫീഷ്യൽസ് ഇതൊക്കെ പറയും, വലിയ വലിയ മന്ത്രിമാരൊക്കെ പറയും, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ളതെല്ലാം. ഇതൊരു സാധാരണക്കാരന്റെ വികാരമാണ് ഞാൻ കേട്ടത്. കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം അവിടുത്തെ, അവൻ പറയുന്നത് ഇവിടെ ജീവിച്ചുകൊണ്ട് ഈ പൈസ അയച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ ജീവിക്കുന്നത് സാർ, അല്ലെങ്കിൽ അവിടെ ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് മഞ്ജുഷ് ഇവർക്കൊരു യുദ്ധം അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ആദ്യം എല്ലാം പറഞ്ഞു ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, ന്യൂക്ലിയർ ബോംബൊന്നും ദേ വോണ്ട് ഡെയർ. അവരൊന്നും അത് ചിന്തിക്ക് പോലുമില്ല അതൊന്ന് തൊടാൻ വേണ്ടിയിട്ട്. തൊടുന്നതിന് മുന്നേ തന്നെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ മിസൈലും റെഡിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഗ്രേറ്റ് റെഫറൻസ് പാകിസ്ഥാന്റെയും ഏതെല്ലാം ഏരിയയിലുണ്ടോ അവിടെ എല്ലാം എല്ലാ ലോകരും. അങ്ങനൊരു സംഭവം പോകുന്നതിന് മുന്നേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ മുഴുവൻ അതിനെ അടിച്ച് താഴത്തേക്ക് നോക്കും അവിടെ തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് അമിത്ഷാജി പറഞ്ഞത് കറക്റ്റ്, ചുൻ ചുൻകെ മാരേക ജുറൂർ. പക്ഷേ ആ അടിക്കുന്നത് ചുൻചുണിക്കാണ്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അടിക്കേണ്ടത് കൃത്യമായിട്ട് അവിടെ ഞങ്ങൾ അടിച്ചിരിക്കും എന്നുള്ളതാണ്. അല്ല സാധാരണക്കാരായിട്ടുള്ളവർ അവർ പറയുന്ന പോലെ അമൃത്സറിൽ ഞങ്ങൾ ബോംബിടും, ഗോൾഡൻ ടെമ്പിൾ നശിപ്പിക്കും. അത് അവന്റെ ചിന്താഗതി. പാകിസ്ഥാന്റെ ചിന്താഗതി ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദുഷ്ട മനസ്ഥിതിയാണ്. നിഷ്കളങ്കരായാലും ശരി, ആരാണെങ്കിലും ശരി, അവർക്ക് കൊല്ലുക എന്നുള്ളത് മാത്രം. നിങ്ങൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ പട്ടാളത്തിന്റെ ആളുകൾ പാകിസ്ഥാനിൽപ്പെട്ട ആരെങ്കിലും തലവെട്ടിയ കേസുകൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മുടെ സംസ്കാരം. പക്ഷെ അവിടുന്ന് ഇവിടെ വന്ന് 71 തൊട്ടിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂഞ്ച് രജോറി സെക്ടറിൽ പലപ്പോഴും അവിടുത്തെ പട്ടാളക്കാർ ഒളിഞ്ഞു കയറി വന്നുകൊണ്ട് ഇവിടെ ചെയ്യുന്ന വെടിവെച്ച് കൊല്ലില്ല. പല പട്ടാളക്കാരെയും അവന്മാര് കഴുത്തറുത്ത് കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചോര കാണാൻ ഇവർക്കൊരു സുഖമാണത്. അപ്പൊ അവന്റെ ദുഷ്ട മനസ്ഥിതിയുള്ള ഈ ഒരു രാജ്യത്തിനെ നമ്മൾ ഇനിയും ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ പോയി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും ശരി, അവന്റെ മനസ്സിനകത്തിരിക്കുന്ന മുഴുവൻ ഇന്ത്യയെ നശിപ്പിക്കുക. ഇത് എവിടുന്നാണ് അവന്റെ തലയിൽ കയറിയിരിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ അതിനെ നമ്മൾ നശിപ്പിക്കാത്തതിന് അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർക്കും അറിയാം. ഇന്ന് അവരുടെ ഡ്രഗ് ട്രാഫിക്കിംഗ് നടക്കുന്നില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അന്നെല്ലാം താലിബാൻകാർ സപ്ലൈ ചെയ്തിട്ടുള്ള സാധനത്തിനെയാണ് ഇവന്മാർ ലോകരാഷ്ട്രങ്ങളിലേക്ക് വിറ്റുകൊണ്ട് കാശുണ്ടാക്കിയിരുന്നത്. അത് ത്രൂ ദ മിലിറ്റൻസിനെ ഇന്ത്യയിലോട്ട് കയറ്റിവിടുന്നതിന്റെ കൂട്ടത്തിൽ 2 കിലോ അവിടുത്തെ പോപ്പീസും കൂടെ കയറ്റിങ് വിടും. അങ്ങനെ കാശുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്
കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. അവരുടെ എക്കണോമി ഹസ് ഗോൺ ഫോർ എ 6. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന എന്തിനാണ്? ഇന്നും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കൂ. ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുക, അല്ലാതെ വെറുതെ ബോർഡിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം കലാപം ഉണ്ടാക്കുവാനുള്ള മറ്റൊരു ശ്രമം ഇന്ന് പാകിസ്ഥാൻ സെനറ്റിലും കണ്ടു അല്ലേ? പാകിസ്ഥാനിലെ ഒരു സെനറ്റർ പറഞ്ഞു, താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വിഷയമേ അല്ലാത്ത കാര്യമാണ് പറയുന്നത്. ബാബറി മസ്ജിദിന് ആദ്യ കല്ലിടാൻ പോകുന്നത് അസീം മുനീർ ആയിരിക്കുമെന്ന്, പാകിസ്ഥാന്റെ സൈനിക മേധാവി ആയിരിക്കുമെന്ന്. അതും ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ള കൃത്യമായ മാർഗമാണല്ലോ അവിടുത്തെ സെനറ്റർമാർ ആലോചിച്ചു കൂട്ടുന്നത്. അപ്പൊ മഞ്ജുഷ്, ഞാൻ അന്ന് ആദ്യത്തെ 23-ാം തീയതി കാലത്തെ ഫസ്റ്റ് ന്യൂസിൽ പറഞ്ഞിട്ടുള്ള ആ വാക്ക് തന്നെയല്ലേ ഇപ്പൊ തിരിച്ചു വരുന്നത്. ഇത് ഇന്നിപ്പോ മലയാളീസ് ഈ ചാനൽ ന്യൂസ് 18 കാണുന്നുണ്ടെങ്കിൽ ഇവർ ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം. ഇനിയും രാജ്യമെന്നുള്ള സ്പിരിറ്റിൽ നിൽക്കണം. അല്ലാതെ ഇത് എന്റെ മതം ഇതാണ്, എന്റെ ജാതി ഇതാണെന്നുള്ളത് അവരവിടുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തിനാണ് ഇപ്പൊ ബാബറി മസ്ജിദിന്റെ ഒരു കാര്യം 92 ഡിസംബർ 6 നടന്നിട്ടുള്ള ഒരു സംഭവം ഇപ്പൊ എന്തിനാണ് അവൻ കുത്തിപ്പൊക്കിയിരിക്കുന്നത്? അതേപോലെ തന്നെയല്ലേ ഇവര് വന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ, എന്നോ നടന്നിട്ടുള്ള സംഭവങ്ങളെ മുഴുവൻ കുത്തിപ്പൊക്കിയോടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? അവർ വിചാരിച്ച് നമ്മുടെ നയതന്ത്രമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവന്മാരുടെ ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കണോമിയെ തകർക്കുക എന്നുള്ളതാണ്. അവർക്ക് യുദ്ധപരമായിട്ടൊരു യുദ്ധഭൂമിയിൽ അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള അവർക്കറിയാം. അപ്പൊ ഈ ഒരു വിത്ത് ഇവിടെ പാവിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് നമ്മുടെ ഈ 140 ജനങ്ങളും പെട്ടെന്ന് അത് തിരിച്ചറിഞ്ഞു. എന്തിനിവൻ ഈ ജാതിയുടെ പേരും പറഞ്ഞ് മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നിവിടെ കലാപമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള അവന് കൊടുക്കുന്നതെല്ലാം അവർ കൊടുത്തോളും. അത് അമിത്ഷാജി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഗവൺമെന്റ് അവിടെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. പ്ലസ് ഐ എം വെരി ഹാപ്പി. തുടക്കത്തിലൊക്കെ കുറച്ച് കോൺഗ്രസിന്റെ 1-2 ലീഡേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അതെല്ലാം മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇന്ന് ലെഫ്റ്റും റൈറ്റും എല്ലാവരും ഒറ്റക്കെട്ടായി. അതിൽ ഏറ്റവും നന്ദി പറയുന്നത് ഫറൂഖ് അബ്ദുള്ളയോടെയാണ്. അദ്ദേഹം തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ആ ഒരു വിമർശനത്തിന്റെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, എക്സാക്ട്ലി. കാരണം ഫറൂഖ് അബ്ദുള്ള ഇസ് ദ റൈറ്റ് പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് കാശ്മീർ ടുഡേ ബിക്കോസ് ഹി സിറ്റിംഗ് ദർ. അദ്ദേഹമാണ് ഈ 370 ആർട്ടിക്കിൾ എന്റെ നെഞ്ചത്തൂടെ എന്റെ ചോരയിൽ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ എതിർത്തത്. അബോളിഷ് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ ആ മനുഷ്യൻ ഇന്ന് അദ്ദേഹം ഇത് മനസ്സിലാക്കി 3 വർഷത്തിനകത്ത് കാശ്മീരിൽ വന്ന വളർച്ചകളും ഇതെല്ലാം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ആ സംഭവത്തിനെയാണ് ഇപ്പൊ ഇവന്മാർ ഇങ്ങനൊരു ഒരു വിത്ത് അവിടെ പാകിയിട്ട് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു വിത്ത് അവിടെ പാകിക്കൊണ്ട് ഒരു 10-27-28 ആളുകളെ നിഷ്കളങ്കരായവരെ കൊന്നുകൊണ്ട്. അത് ഇന്നലെ ഏതോ ഒരു ന്യൂസ് ചാനൽ ആരോ പറഞ്ഞു, എനിക്ക് ഞാൻ വളരെയധികം മഞ്ജുഷ്ഠ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു, ആരോ പറഞ്ഞൊരു വാക്കുണ്ട്, 28 സ്റ്റേറ്റിൽ നിന്നും ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് കൊന്നിരിക്കുകയാണ്. അപ്പൊ എന്താ, ഇന്ത്യനെ മുഴുവൻ ഒറ്റ ഓപ്പറേഷനിൽ, അരമണിക്കൂറിലെ ഓപ്പറേഷനിൽ ഇന്ത്യയിലത്തെ ഓരോ സ്റ്റേറ്റുകാരെയും ഹേർട്ട് ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇനി നിങ്ങൾ തുടങ്ങിക്കോ, ഞങ്ങളിതാ മുസ്ലിംസ് വന്നിട്ട് ഹിന്ദുക്കളെ കൊന്നു, ഇത് പറയാനാണ് ഇവൻ ഇത് കാണിച്ചിരിക്കുന്നത്. ഏത് മുസ്ലിം? പാകിസ്ഥാനിൽ മുസ്ലിംസ് ഇല്ല മഞ്ജു. അവിടെയുള്ളതും ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു സമൂഹമാണ്. തല വെട്ടിയാലും കുട്ടികളെ വെട്ടിയാലും അല്ലെങ്കിൽ അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരുടെ പ്രാകൃത മനസ്ഥിതിയാണ്. എന്നും ടെററിസത്തിനെ മാത്രം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എവിടുന്നൊക്കെയാ കിട്ടുന്നത്? ഇന്ത്യയുടെ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടും കിട്ടും, ബലൂചിസ്ഥാന്റെ സൈഡിൽ നിന്ന് അവിടുന്ന് ഇപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ അവരെ ഓൾറെഡി. ഇപ്പോൾ സ്വന്തം പൗരന്മാരെ നാട്ടിലേക്ക് കയറ്റാതെ അട്ടാരി അതിർത്തി അടച്ചിരിക്കുകയാണ്. യെസ്, കാരണം നോക്കൂ, കാരണം ഇവര് മഞ്ജുട്ടിയില് നമ്മൾ കാർഗിൽ യുദ്ധത്തിൽ കണ്ടതല്ലേ, ഈ മുഷറഫ് അവിടുന്ന് കയറ്റി വിട്ടു പട്ടാളക്കാരെ ഇങ്ങോട്ട്. മരിച്ചപ്പോ എന്താണ് പറഞ്ഞത്? ഇത് ഞങ്ങളുടെ പട്ടാളക്കാരല്ല. അവർക്ക് കിട്ടേണ്ട ഓണറും വാലറും ഒന്നും കൊടുക്കാതെ അവരെ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ വിട്ടുപോയിട്ട് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആക്ച്വലി ഭാഗ്യവാന്മാരാണ്. കാരണം ഇവിടെ അവർക്ക് കൃത്യമായിട്ട് ആ സമുദായത്തിന്റെ റിച്വൽസ് മുഴുവൻ കൊടുത്ത് റെസ്പെക്റ്റും കൊടുത്ത് അവരെ കവറടക്കിയിട്ടുണ്ട് ഇന്ത്യൻ പട്ടാളക്കാര്. അത് ഇവിടെ ആയതുകൊണ്ട്. അപ്പൊ ആ ഒരു രാജ്യം ഇപ്പോഴും പറയും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അട്ടാരി ഭാഗം ക്രോസ് ചെയ്തിട്ട് അപ്പൊ ഇവരെവിടെ പോവും? എന്നിട്ടും ഇന്ത്യ ഈസ് നോട്ട് ടേക്കിംഗ് സ്ട്രിഞ്ചന്റ് ആക്ഷൻ. ഇന്ത്യയുടെ പല സ്ഥലത്തും ഇപ്പൊ ശൗര്യ ചക്ര വാങ്ങിച്ചിട്ടുള്ള പട്ടാളക്കാരുണ്ട്. അത് നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറയുന്നത് വന്നു. പക്ഷെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തപ്പോ ആ ഉമ്മനെ തിരിച്ചയച്ചിട്ടില്ല. അട്ടാരി ബോർഡറിൽ കാത്തു നിൽക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ്. കാരണം അവരുടെ കുടുംബാംഗങ്ങൾ അവിടെയാണുള്ളത്, പാകിസ്ഥാനിലാണുള്ളത്. അവരെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നന്ദി.